ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണുന്ന പ്രധാന രണ്ട് വാർത്തകൾ, ഒന്ന് അധ്യാപകനെതിരെ കൊലവിളി നടത്തുന്ന ഒരു കുട്ടിയും, ആ സംഭവം വീഡിയോ എടുത്തതിൻ്റെ പേരിൽ അധ്യാപകർക്കെതിരെ കൊലവിളി നടത്തുന്ന ഒരു സമൂഹവും. മെജോറിറ്റി കണ്ടതാണേ. കുട്ടിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ അത് കുറവാണ് കാണുന്നത്. മാധ്യമങ്ങളാണെങ്കിലും സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും ഒക്കെ അധ്യാപകൻ ചെയ്ത പ്രവൃത്തി തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. 16 വയസ്സുള്ള കുട്ടി അല്ലെ 17 വയസ്സ് ഉള്ള കുട്ടിയാണ്, അതിൻ്റെ മാനസിക പക്വതയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. തൃശ്ശൂർ ഒരു വ്യക്തിയെ കുത്തിക്കൊന്നത് ഒരു 16-17 വയസ്സുകാരനാണ്. ഇങ്ങനെ 16-17 വയസ്സുകാരനും 14 വയസ്സുകാരനും 15 വയസ്സുകാരനും വയസ്സുകാരിയും, ജെൻഡറൊന്നും ഞാൻ പറയണില്ല, വയസ്സുകാരനും വയസ്സുകാരിയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും 18 വയസ്സിന് താഴെ എന്താ പറയുക, മെച്യൂരിറ്റി എത്തുന്നതിന് അല്ലെ പ്രായപൂർത്തിയാവുന്നതിന് മുൻപുള്ള പ്രായമാണ്. തുടക്കം മുതലേ കൺസിഡർ ചെയ്യേണ്ടതാണ്, കമ്പാഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ തെറ്റിനെ തെറ്റായി കാണിക്കണ്ടേ? ഈ വിഷയത്തിൽ ആ വീഡിയോ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഈ കുട്ടി അല്ലെങ്കിൽ ആ സംഭവം നടന്നത് കേസിൽ ഞാൻ പറയുന്നില്ല, കുട്ടിയോ മാതാപിതാക്കളെ ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒന്നും കരുതിയേക്കണ്ട. ഇതിൻ്റെ വസ്തുത വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ വസ്തുത പുറത്തേക്ക് വരാതിരിക്കുമ്പോൾ വ്യാജ പരാതികളിലൂടെ അധ്യാപകർ കുടുങ്ങുന്ന കേസുകൾ ഒത്തിരിയുണ്ട്. ഉദാഹരണം ആളുകളെ പറയുന്നില്ലെങ്കിലും കണ്ണൂർ ഭാഗത്ത് ഒരു കേസിൽ അധ്യാപകൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ കുട്ടി പോയി സോറി പറയുന്ന ഒരു കേസ് പത്രത്തിൽ വായിച്ചിരുന്നു. അതിൻ്റെ വ്യക്തിവിവരങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒത്തിരി കേസുകൾ വിരോധത്തിൻ്റെ പേരിൽ അധ്യാപകൻ നോക്കിയതിനെയോ അധ്യാപകൻ ശാസിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോവുക? അധ്യാപകർ വളരെ പരുഷമായി പെരുമാറണമെന്നോ ഹാഷായിട്ട് ശിക്ഷിച്ച് തുടങ്ങണമെന്നോ ഒന്നുമല്ല ഞാൻ പറയണം. അധ്യാപകർക്ക് ട്രെയിനിങ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ട് ഡീൽ ചെയ്യണം, അവരെ എമ്പത്തറ്റിക്കലായിട്ട് കേൾക്കണം, ഇതൊക്കെ വേണം. പക്ഷെ ഒരു സമൂഹം എന്ന രീതിയിൽ ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ, അത് കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും ആ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ വേണ്ടി പഠിപ്പിക്കണ്ടേ? വെറുതെ അധ്യാപകർക്കെതിരെ ആക്രോശിക്കുകയും ഒത്തിരി കമ്മീഷനുകൾ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനും അനാവശ്യത്തിനും ഒച്ചയുയർത്തുമ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു അനാവശ്യ കീഴ്വഴക്കമായി മാറുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എവിടേക്കാണ് ലഹരിയുടെ ഉപയോഗങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും ക്യാമ്പസുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുന്നതിൽ ഇത്തരത്തിലുള്ള അനാവശ്യ അവകാശവാദങ്ങൾ ഉണ്ടോ? ഞാൻ കൂടുതൽ കട്ടിയായിട്ട് പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ആളുകൾ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയായിരിക്കണം. അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് കൂടുതൽ വഷളാവാൻ വേണ്ടിയാവരുത്. ശരിയല്ലേ? അധ്യാപകർക്കെതിരെ ചൂണ്ടുവിരലുകൾ വീണ്ടും 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 ഉയർത്തുമ്പോൾ എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങോട്ട് പോകും നമ്മുടെ സമൂഹം? അധ്യാപകർ ജോലിയിൽ നിന്നും മടുത്തു എന്ന് പറഞ്ഞ ഒത്തിരി പേരെ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം വളരെ സ്ട്രെയിനാണ്. കുട്ടിയെ കാണുമ്പോൾ നമ്മുടെ കുട്ടിയെ പോലെ കരുതി അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിക്കും. പറഞ്ഞു കൊടുത്താൽ അതിനുള്ള പ്രശ്നങ്ങൾ വേറെയും. ഇങ്ങനെ പോയാൽ മതിയോ?